മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയെ എങ്ങനെ അടയാളപ്പെടുത്താം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതൊരു നവീകരണ സഭയാണ്. എന്താണ് നവീകരണ സഭയുടെ അടയാളം എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും അതിനുത്തരം പറയാറുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും വിട്ടുപോകുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചാൽ മലങ്കര മാർത്തോമ്മ സുറിയാനി സഭ എന്ന നവീകരണ സഭയുടെ കേരളത്തിനുള്ള ലോകത്തിനുള്ള സംഭാവനയാണ് കൺവെൻഷനുകൾ. ഒരു നവീകരണ സഭയുടെ മുഖമുദ്രയായി അടയാളപ്പെടുത്താവുന്ന ഒന്നാണ് കൺവെൻഷൻ. മാർത്തോമ്മ സഭയുടെ രണ്ട് അഭിമാന പുത്രന്മാർ ഡോക്ടർ എം തോമസും CP മാത്യുവും ചേർന്ന് എഴുതിയ ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഓഫ് സെയിൻറ്റ് തോമസ് എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് കൺവെൻഷനുകൾ ആരംഭിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഉത്സവങ്ങൾ ഏറെയുള്ള ഒരു മതബഹുല സാഹചര്യത്തിൽ ക്രിസ്തീയ സമുദായങ്ങൾ ഉത്സവം പോലെയുള്ള ആഘോഷങ്ങൾ തുടർന്നിരുന്നു എന്നാണ് അനുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ആ ആഘോഷങ്ങളുടെ ഭാഗമായി സംഭവിച്ചിട്ടുള്ളത് ദൈവാലയത്തിൽ നിന്ന് പ്രദക്ഷിണമായി കുരിശും വേദപുസ്തകവുമായി ആളുകൾ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കും. അത്തരത്തിൽ പള്ളിയും വേദപുസ്തകവും ചേർന്നുള്ള സന്ദർശനമാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ഇടവഴികളിലൂടെ ചെല്ലുമ്പോഴും അതത് വീട്ടുകാർ ആ വീടിന് മുമ്പിൽ അതിന് സ്വീകരണമൊരുക്കും. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ നവീകരണമുണ്ടായപ്പോൾ വേദപുസ്തകം വഴിയിൽ പ്രദക്ഷിണം നടത്തുന്ന ഒരു കാര്യം മാത്രമല്ല, കുരിശ് പിടിച്ച് വേദപുസ്തകവുമായി നടക്കുന്നതിന് പകരം കുരിശിന് ചുവട്ടിൽ വേദപുസ്തകം തുറന്നിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാറിയതാണ് കൺവെൻഷനുകൾ. അങ്ങനെ വചനം, വേദപുസ്തകം കുരിശിന് ചുവട്ടിൽ പള്ളിയുടെ ചുവടുകളിൽ ആളുകൾ ഒരുമിച്ച് കൂടി വന്നിരുന്ന ധ്യാനിച്ചപ്പോഴാണ് കൺവെൻഷനുകൾ ഉണ്ടായത്. മാരാമൺ കൺവെൻഷൻ പോലും ആരംഭിച്ചത് ഇങ്ങനെ 10 നാൾ ആളുകൾ ഒരുമിച്ച് വചനം പഠിക്കാനായി കൂടി വന്നതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നവീകരണ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്സവമാണ്, പെരുന്നാളാണ് കൺവെൻഷൻ. ഇവിടെ ആനയും അമ്പാരിയുമല്ല, വെടിക്കെട്ടല്ല, വേദപുസ്തകത്തിലേക്ക് തുറന്നു നോക്കുന്ന കണ്ണുകളും വേദപുസ്തകത്തെ ആവാഹിച്ചെടുക്കുന്ന മനസ്സും ചേർന്ന് ഒരുക്കുന്ന ജീവിത രൂപാന്തരമാണ് സഭയുടെ കൺവെൻഷനുകളിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ചിലരെങ്കിലും ചിലപ്പോഴെങ്കിലും ചോദിക്കാറുണ്ട്, കൺവെൻഷൻ നടത്തിയിട്ട് എന്ത് കാര്യം? അതിൽ ഏറ്റവും വലിയ ട്രാജഡി, കൺവെൻഷന് പ്രസംഗിക്കാൻ വരുന്ന പ്രസംഗകർ തന്നെ ചിലപ്പോൾ ചോദിക്കും, കൺവെൻഷൻ നടത്തിയിട്ട് എന്താ കാര്യം? കഴിഞ്ഞ വർഷം നിങ്ങൾ കൺവെൻഷന് കൂടിയില്ലേ, എന്നിട്ട് എന്ത് പ്രയോജനം? അതിന് മുമ്പ് കൺവെൻഷൻ നടത്തിയിട്ട് എന്ത് പ്രയോജനം? അങ്ങനെ ചോദിക്കുന്നവരല്ലാത്തത് കൊണ്ടാണ് അഭിമന്യ തിരുമേനി പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ സഭ കൺവെൻഷനുകളിൽ വിശ്വസിക്കുന്ന സഭയാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. 2024 ആണ്ട് ഈ ഭദ്രാസന കൺവെൻഷൻ നടന്നപ്പോൾ അതിൻ്റെ 3-ാമത്തെ ദിവസം രാത്രിയിൽ നടന്ന സന്ദേശം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 2020 ഇവിടെ കൺവെൻഷൻ നടന്നപ്പോൾ പ്രസംഗിച്ച പ്രസംഗം എന്താണ് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇതിന് മുമ്പ് ഒരിക്കൽ ഞാൻ ഈ ഭദ്രാസന കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുണ്ട്, 2018. അന്ന് ഞാൻ പ്രസംഗിച്ചത് എന്തായിരുന്നു എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. പിന്നെ ഈ പ്രസംഗം നടത്തിയിട്ട് എന്ത് കാര്യം? മറുചോദ്യം, 2018 ഓഗസ്റ്റ് മാസം 30-ാം തീയതി നിങ്ങൾ എന്താണ് ഭക്ഷിച്ചത്?
കഴിഞ്ഞ 2024 ഏപ്രിൽ മാസം 13 രാവിലെ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? പോട്ടെ, കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ എന്താണ് കഴിച്ചത്? ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ കഴിച്ചത് മറന്നുപോയി എന്നതുകൊണ്ട് ആ കഴിച്ചതിന് പ്രയോജനമുണ്ടോ? ഉണ്ടോ? വളരെ ഉത്തരം ലളിതമാണ്. വി മേ നോട്ട് റിമെമ്പർ, ബട്ട് വിതൗട്ട് ഇറ്റ് വി വിൽ നോട്ട് എക്സിസ്റ്റ്. ഇതൊന്നും എല്ലായ്പ്പോഴും നമ്മൾ ഓർത്തു വെക്കണമെന്നില്ല. ഓർത്തു വെച്ചു എന്നതുകൊണ്ട് മാത്രമല്ല ജീവിതങ്ങൾ രൂപപ്പെടുന്നത്. അത് ഓരോ ഘട്ടത്തിലും രൂപപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കൺവെൻഷൻ 45 വർഷം കൊണ്ട് എന്ത് സംഭവിച്ചു എന്നല്ല ചോദിക്കേണ്ടത്. 45 വർഷം ഇതില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് നാം ചോദിക്കേണ്ടത്. ഞാൻ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത് ഓർക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഞാൻ ഉണ്ടാവില്ല. അതുതന്നെയാണ് എല്ലാ വചനഘോഷണത്തിൻ്റെയും സ്ഥിതി. അതുകൊണ്ട് ഈ കൺവെൻഷനുകളിൽ, വചനധ്യാനത്തിൽ, വചനഘോഷണത്തിൽ നമ്മൾ വിശ്വസിക്കുന്നവരായി മാറുമ്പോൾ അത് ജീവിതത്തിന്, സഭയ്ക്ക്, നവീകരണ രൂപത്തിന് ഏറെ അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഈ അനുഭവത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിന് ദൈവം നമ്മുടെ സഭയെ വഴി നടത്തട്ടെ, ഈ ഭദ്രാസനത്തെ ശക്തീകരിക്കട്ടെ, നമ്മെ എല്ലാവരെയും ദൈവം തുണയ്ക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിന് ഞാൻ സ്വീകരിച്ച വേദഭാഗം കൺവെൻഷൻ എന്നുള്ളതാണ്. യേശു നടത്തിയ ഒരു കൺവെൻഷനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ കൺവെൻഷനുകളിൽ എന്താണ് സംഭവിക്കേണ്ടത്, ഈ കൺവെൻഷനിലൂടെ നമ്മിൽ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇത് വായിച്ചു കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ മനസ്സിൽ വിചാരിച്ചു കാണും, ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പറയുന്നുള്ളൂ. എന്നാൽ ഈ അറിയാവുന്ന കാര്യങ്ങളോട് ഈ പുതിയ വർഷം നമുക്ക് ഒരു പുതിയ പ്രതികരണം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. അവൻ ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആരംഭിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ വായിച്ചാൽ യേശുവിൻ്റെ ആദ്യത്തെ കൺവെൻഷൻ യോഗമാണ്. ആദ്യത്തെ കൺവെൻഷൻ യോഗം ആരംഭിക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. 11-ാം വാക്യം മാത്രം ഞാൻ കുറിവാക്യമായി വായിക്കട്ടെ. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വചനം തുറന്ന് ധ്യാനിക്കുന്ന ഒരു സഭയുടെ ഭാഗമായി ജനിക്കുവാനും വളരുവാനും ചേർന്ന് നടപ്പാനും നൽകിയ ഭാഗ്യത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ ഭദ്രാസന കൺവെൻഷനിലും അങ്ങനെ വചനത്തിൻ്റെ ഉത്സവം കൊണ്ടാടുവാൻ, ഈ ആഘോഷവും ആചരണവും ഞങ്ങൾക്കേറെ അർത്ഥവത്തായി തീരുവാൻ കൃപ ചെയ്യണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. യേശു ഒരു കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ നടത്തിയപ്പോൾ ധാരാളം ആളുകൾ യേശുവിനെ കേൾക്കാൻ കൂടി വന്നു. ആ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ യേശുവിനോടൊപ്പം കൂടെ പോകുവാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറായി. അതുകൊണ്ട് ഓരോ കൺവെൻഷനും യേശുവിനോടൊപ്പം കൂടാൻ ആളുകളെ സൃഷ്ടിക്കുന്ന, ആളുകളെ ക്ഷണിക്കുന്ന, അതിന് വഴിയൊരുക്കുന്ന സന്ദർഭമാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ കൺവെൻഷൻ ശിഷ്യരെ സൃഷ്ടിക്കുന്ന സന്ദർഭമാണ്. കൺവെൻഷൻ ഈസ് ടു മേക്ക് ഡിസൈപ്പിൾസ്.
ശിഷ്യത്വത്തിലേക്ക് ആളുകളെ നയിക്കുന്ന, രൂപപ്പെടുത്തുന്ന കൺവെൻഷനിൽ 5 കാര്യങ്ങൾ സംഭവിച്ചതായി ഈ വേദഭാഗത്ത് നിന്ന് ധ്യാനിച്ച് നമുക്ക് ഈ ധ്യാനം അവസാനിപ്പിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എപ്പോഴാണ് നമ്മൾ ഒരു ശിഷ്യയായി മാറുന്നത്? വാട്ട് ആർ ദ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് വി ബിക്കമിങ് എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ്? എപ്പോഴാണ് നമ്മൾ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം കേട്ടു എന്നതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഒന്നാമത്, നമ്മൾ ശിഷ്യരായി തീരണമെങ്കിൽ നമുക്ക് വചനത്തോട് കൊതിയുണ്ടാകണം. തിരുവചനത്തോട് കൊതിയുണ്ടാകുമ്പോഴാണ് നമ്മൾ ശിഷ്യരായി തീരുന്നത്. A disciple is one who has a desire for the word of God. അതുകൊണ്ട് ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് desire for the word of God. തിരുവചനത്തോടുള്ള കൊതി. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഓരോരുത്തർക്കും ഏറ്റവും അടുത്ത് നിന്ന് അവനെ കേൾക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ തിക്ക് ഉണ്ടാവുന്നത്. എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അല്പമെങ്കിലും കേട്ടോളാം എന്നായിരുന്നെങ്കിൽ യേശുവിന് ചുറ്റും കുറേയേറെ സ്ഥലം വെറുതെ കിടന്നേനെയും. ഇതവർ കൂടി വരികയാണ്. കാരണം ഓരോ വാക്കും ഏറെ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. അവർക്കൊരു കൊതി തോന്നി ഈ വചനം കേൾക്കണം എന്ന്. അതിൻ്റെ അലയടിയിലാണ്. ഞാനൊരു പാട്ടുകാരനല്ല, പക്ഷെ നിങ്ങൾക്ക് പാടാൻ പറ്റും. ഇപ്പം പാടണ്ട. നീ പൊഴിക്കും തേൻമൊഴികൾ ഞങ്ങളുള്ളിൽ ഇടുവാൻ, നീ പൊഴിക്കും തേൻമൊഴികൾ ഞങ്ങളുള്ളിൽ ആക്കിടുവാൻ, പാരം കൊതി നൽകിടേണം ദൈവമേ. ഞങ്ങൾക്ക് ഒരു കൊതി തരണം എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. ഞങ്ങൾക്കൊരു കൊതി തരണം. ഇവിടെ ഇരിക്കുന്ന ഈ ഇടതുവശത്തിരിക്കുന്നവർക്കെല്ലാം കൊതി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, കുറച്ച് പേർക്കെങ്കിലും. എന്താണ് കൊതി? നമുക്ക് വീണ്ടും വീണ്ടും കിട്ടണം എന്ന് തോന്നുന്ന, അത് ലഭിച്ചാൽ മാത്രമേ തൃപ്തിയുള്ളൂ എന്ന് തോന്നുന്ന ഒരു അനുഭവം. ദ ഇൻറ്റൻസ് ഡിസയർ, കൊതി. ഞങ്ങൾക്കൊരു കൊതി തരണം എന്ന് പാട്ടുകാരൻ പാടുകയാണ്. ഈ കൊതി മാർത്തോമാ സഭയിൽ ഇന്നുണ്ടോ? വചനത്തോടുള്ള കൊതി. വചനം കേൾക്കുന്നത് ഒരു ലെവലാണ്, പക്ഷെ കൊതിക്കുക എന്ന് പറഞ്ഞാൽ അത് കിട്ടിയേ അടങ്ങൂ. ഈ പ്രദേശത്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് പ്രാർത്ഥന യോഗത്തിന് പറഞ്ഞുകൊണ്ടിരുന്ന പേര്, ഇവിടെ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാമോ? എന്തോയായിരുന്നു? പ്രാർത്ഥന യോഗങ്ങൾക്ക്, നമ്മുടെ പള്ളിയിലെ പ്രാർത്ഥന യോഗമില്ലേ, ആ പ്രാർത്ഥന യോഗത്തിന് ഈ ദേശത്തൊക്കെ പണ്ട് പറഞ്ഞിരുന്ന പേരെന്താണ്? വായനക്കൂട്ടം. വായന. ഞങ്ങളുടെ നാട്ടിലും അങ്ങനെയാണ്. വായന. എന്തിൻ്റെ വായന? വായന അല്ല, അത് വട തിന്നാൻ, അതല്ല. വായന. വായനയ്ക്ക് പോവാണ് എന്നാണ് ഞങ്ങളുടെ വലിയപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. വായനയ്ക്ക് പോവാണ്. ഞങ്ങളുടെ അപ്പച്ചൻ അക്ഷരം വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. 3 ഇംഗ്ലീഷ് വാക്ക് അറിയായിരുന്നു. CAT കാറ്റ്, RAT റാറ്റ്, HAT ഹാറ്റ്. ഇതെവിടുന്ന് പഠിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വായനയ്ക്ക് പോകും. ആര് വായിക്കും? ആ പ്രദേശത്ത് ആ പ്രാർത്ഥന കൂട്ടത്തിൽ ഒരു പക്ഷേ ഒരേ ഒരാൾക്ക് തപ്പിയും തടഞ്ഞും 90 വർഷത്തിന് മുമ്പ്, 70 വർഷത്തിന് മുമ്പ്, 60 വർഷത്തിന് മുമ്പ് വായിക്കാൻ അറിയാമായിരുന്നുള്ളൂ. എങ്ങനെയാണ് ഈ കൂട്ടത്തിന് വായനക്കൂട്ടമെന്ന് പേര് വന്നത്? വായിക്കാൻ അറിയാത്തവർ വായിക്കുന്നത് കേട്ട് തേൻമൊഴികൾ ഞങ്ങളുള്ളിലായിടുവാൻ പാരം കൊതിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് മാർത്തോമാ സഭയുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പുസ്തകം, ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെടുന്ന ശബ്ദം എന്താണ് എന്ന്
നാം ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കണം. അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ വേദപുസ്തക വായന നമ്മുടെ ഇടയിൽ കുറഞ്ഞു പോകുന്നത്? ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കഴിഞ്ഞ 20-25 വർഷം കൊണ്ട് നമ്മുടെ വീടുകളിൽ വേദപുസ്തക വായന കുറഞ്ഞുപോയി എന്നൊരു സംശയമുള്ളത് കൊണ്ടാണ്. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എന്നാൽ 20 വർഷം മുൻപ് നമ്മൾ വായിച്ചതിലധികം ഇപ്പോൾ വായിക്കുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കാട്ടെ. ഇല്ലെങ്കിൽ ഈ പുതിയ വർഷം നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കാരണം നവീകരണ സഭയുടെ ഒരംഗമാണ് എന്ന് പറയുകയും വേദപുസ്തകത്തോട് കൊതിയില്ലാതിരിക്കുകയും ചെയ്താൽ അതൊരു ട്രാജഡിയും മോക്കറിയും കോൺട്രഡിക്ഷനുമാണ്. അത് അപഹാസ്യമാണ്, അത് വലിയ ദുരന്തമാണ്. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പറയും ഞാൻ വചനകൂടാരത്തിൽ വന്നു. ഈ വചനകൂടാരം വിട്ടു കഴിയുമ്പോൾ പിന്നെ എവിടെയാണ് വചനത്തിൻ്റെ കൂടാരം? നാല് വർഷം മുൻപ് അടൂർ ഭദ്രാസനം അതിൻ്റെ റൂബി ജൂബിലി കൊണ്ടാടിയപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാന പുസ്തകം ഇവിടെ ഇരിക്കുന്ന ചില വൈദിക സഹോദരന്മാരും എല്ലാം ഉൾപ്പെട്ട് അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അന്ന് ആ പുസ്തകത്തിന് നൽകിയ ഒരു വർഷത്തെ ധ്യാന പുസ്തകത്തിന് നൽകിയ തലക്കെട്ട് വചനക്കൂട് എന്നാണ്. വചനക്കൂട്. വചനക്കൂട് എന്നതിൻ്റെ അടുത്ത ലൈനായി 2 വരികളുണ്ടായിരുന്നു. വചനത്തിന് ഒരു കൂട്, വചനം കൊണ്ട് ഒരു കൂട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, വചനത്തിന് ഒരു കൂട്, വചനം കൊണ്ട് ഒരു കൂട്. ഇത് രണ്ടും രണ്ടാണ്. കിളിക്കൂടെന്ന് പറഞ്ഞാൽ എന്താണ്? കിളിക്കൂട്, കിളി വസിക്കുന്ന ഇടം, കിളിക്കൂട്. പ്ലാസ്റ്റിക് കൂടെന്ന് പറഞ്ഞാലോ? പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ കൂട്. ഒന്ന് വസിക്കുന്ന ഇടം, മറ്റേത് ഉണ്ടാക്കിയ വസ്തു. അപ്പോൾ വചനക്കൂട് എന്ന് പറഞ്ഞാൽ വചനം കൊണ്ട് ഉണ്ടാക്കിയ ഇടം, വചനം വസിക്കുന്ന ഇടം. ഇത് രണ്ടും ഏതാണ്? വീട്. കാര്യം കുടുംബത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള 365 ധ്യാനങ്ങളുടെ തലവാചകമാണ് വചനക്കൂട്. നമ്മുടെ വീടുകൾ വചനത്തിൻ്റെ ഒരു കൂടും വചനം കൊണ്ടുള്ള ഒരു കൂടുമാകുമ്പോഴാണ് ഈ വചനകൂടാരം കൊണ്ട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത് എന്നതിന് തെളിവും അനുഭവവും അടയാളവും ഉണ്ടാവുകയുള്ളൂ. നവീകരണ വിശ്വാസിയാന്ന് പറഞ്ഞ് വീടിന് മുമ്പിൽ കൊടി തൂക്കിയിട്ട് കാര്യമില്ല. അകത്ത് കൂടിയിരുന്ന് പുസ്തകം നൂർത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി പാരം കൊതി നൽകണം, ഞങ്ങൾക്ക് ഇതിലേക്ക് നോക്കാൻ കണ്ണ് തുറക്കണം എന്ന് പറയുന്നവർ ഉണ്ടാകുമ്പോഴാണ് നവീകരണം ഉണ്ടാകുന്നത്. 5 വയസ്സുള്ള കുഞ്ഞിനോട്, 15 വയസ്സുള്ള മകനോട്, 50 വയസ്സുള്ള മകനോട് ഇന്ന് രാവിലെ നീ എന്ത് വായിച്ചു എന്ന് ചോദിക്കാൻ ആർജവമില്ലാത്ത അപ്പനും അമ്മയും ആ പേരുപേക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പൻ അമ്മ എന്ന പേര്. കാരണം ചൊല്ലും ചോറും കൂടെ കൊടുത്ത് വളർത്തണമെന്ന് പറഞ്ഞാൽ നീ ഡയറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. നീ ഭക്ഷണം ഒരുക്കണം, നീ പോഷകം കൊടുക്കണം, നീ പോഷണം കൊടുക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഡിസൈപ്പിളിനെ സംബന്ധിച്ചിടത്തോളം, ഡിസൈപ്പിൾ ഷുഡ് ഡയറ്റ് ഓൺ ദ വേർഡ്. വചനം ആഹരിച്ച് വചനത്തിൻ്റെ പോഷണം കൊണ്ട് വളരുന്നയാളായി തീരണം വിശ്വാസിയെങ്കിൽ മകനോ മകളോ കോളേജിൽ നിന്നോ ജോലിസ്ഥലത്ത് നിന്നോ വിദേശത്ത് നിന്നോ വിളിക്കുമ്പോൾ അവരോട് ചോദിക്കണം, ഇന്ന് രാവിലെ നീ വായിച്ച വേദഭാഗം എന്താണ്? ചോദിച്ചിട്ടുണ്ടോ? ക്ലൈമറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, കഴിച്ചത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വാചകം ചോദിച്ചിട്ടുണ്ടോ? നീ ഇന്ന് രാവിലെ വായിച്ച വേദഭാഗം എന്താണെന്ന്? ഞാൻ എൻ്റെ സേവികാ സംഘത്തിൽ ഒരിക്കൽ ഇത് പറഞ്ഞു. സേവികാ സംഘത്തിൽ ഒരിക്കൽ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്നെ ഒരു അമ്മച്ചി വിളിച്ചു. അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ ഞാൻ പറ്റിച്ചു.
ഞാൻ പറഞ്ഞു, ഈ രാവിലെ ആരെ പറ്റിച്ചു? അതല്ല ചോ, രാവിലെ മോൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പറ്റി? ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ ഇന്ന് രാവിലെ വായിച്ച വേദഭാഗം എന്താന്ന്? ഏതാ? 70 വയസ്സുള്ള അമ്മച്ചി 45-കാരൻ മകനോട് ചോദിച്ചു, നീ ഇന്ന് രാവിലെ വായിച്ച വേദഭാഗം എന്താണ്? അപ്പം ഞാൻ ചോദിച്ചു, എന്നിട്ട് അവൻ എന്തോ പറഞ്ഞു. അച്ചോ, അവൻ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് അവൻ പറഞ്ഞു, അമ്മ നാളെ ചോദിക്കണേ, അമ്മ നാളെ ചോദിക്കണേ. പുതിയ തുടക്കങ്ങൾ ആരംഭിക്കുന്നത് കൊച്ചു കൊച്ചു ചോദ്യങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നാം ചോദിക്കേണ്ട 2 ചോദ്യങ്ങളുണ്ട്. എനിക്ക് കൊതിയുണ്ടോ? ഞാൻ പഴി തീർക്കുന്നുണ്ടോ എന്നല്ല, എനിക്ക് കൊതിയുണ്ടോ? നീ പൊഴിക്കും തേൻമൊഴികൾ ഞങ്ങളുള്ളിൽ ആക്കിടുവാൻ കൊതിയുണ്ടോ? കൊതിയുള്ളവരാണ് ശിഷ്യരായി തീരുന്നത്. പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അവൻ്റെ വചനം കേട്ടവരാണ് അവനിൽ വിശ്വസിച്ചത്. അവൻ്റെ വചനം കേട്ടവരാണ് അവൻ്റെ ശിഷ്യരായി ലോകം മുഴുവൻ പോയത്. അവൻ്റെ വചനം പങ്കിടാനാണ് സഭയോട് നിയോഗം നൽകിയത്. നിങ്ങൾ ലോകം മുഴുവൻ എൻ്റെ വചനം പറയണം. നാം എവിടെയായിരിക്കുന്നുവോ അവിടെയാണ് വചനക്കൂടുകൾ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഒന്നാമത് ഈ രാത്രിയിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷേ പുതിയ പ്രതികരണം ഉണ്ടാവണം. തിരുവചനത്തോട് കൊതിയുണ്ടാകണം ശിഷ്യനാകണമെങ്കിൽ. അപ്പോൾ ശിഷ്യത്വം എന്നത് തിരുവചനത്തോടുള്ള കൊതിയാണ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ ഡിസയർ ഫോർ ഡിവൈൻ വേർഡ്. 2, ശിഷ്യത്വം തോറ്റുപോയവർക്കുള്ള ക്ഷണമാണ്. ശിഷ്യത്വം തോറ്റുപോയവർക്കുള്ള ക്ഷണമാണ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് ഡെസ്പറേറ്റ് മൊമെന്റ്സ് ബിക്കമിങ് ഡിസൈസീവ്. തോറ്റുപോയവർക്കുള്ള ക്ഷണമാണ് ശിഷ്യത്വം. അവൻ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. എന്തിനാണ് ഈ മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ എളുപ്പമാണ്. ഞാനത് ചോദിച്ച സമയം കളയുന്നില്ല. നമുക്കറിയാം, ഒരു കൂട്ടം ആളുകൾ രാത്രിയിൽ മീൻ പിടിക്കാൻ പോയി. അവർ രാവിലെ ആയപ്പോൾ, പകലായപ്പോൾ അവർ തിരിച്ച് കരയിലേക്ക് വന്നു. അവർ കരയ്ക്ക് ഈ പടക് അടുപ്പിച്ചു. അതിൽ നിന്ന് ഇറങ്ങി വല കഴുകി അത് ഉണക്കാനിട്ടിട്ട് അവരെങ്ങോട്ട് പോവാണ്? കരയിലോട്ടോ കടലിലോട്ടോ? കരയിലേക്ക് പോവാണ്. അവരെ അല്പനേരം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവരുടെ ശാരീരിക സ്ഥിതി എന്താണ്? അവർ ക്ഷീണിച്ചവരാണ്. അവർ ശാരീരികമായി ക്ഷീണിച്ചവരാണ്. കാരണം കഴിഞ്ഞ രാത്രി മുഴുവൻ അവർ ഉറങ്ങാതെ വലയിട്ടവരാണ്. അപ്പോൾ ഉറക്കളപ്പുണ്ട്, ഉറക്കളപ്പിൻ്റെ അധ്വാനമുണ്ട്, അധ്വാനത്തിൻ്റെ ക്ഷീണമുണ്ട്, ഉറക്കളപ്പിൻ്റെ ക്ഷീണമുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാം, ഉറക്കളച്ച് അധ്വാനിച്ചിട്ട് വല്ലതും കിട്ടിയാൽ അല്പം ഉന്മേഷം ഉണ്ടാകും. എന്നാൽ ഉറക്കളയ്ക്കുകയും അധ്വാനിക്കുകയും ചെയ്തിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉന്മേഷം കൂടുമോ കുറയുമോ? അവർ കായികമായി ശാരീരികമായി ക്ഷീണിതരാണ്. ഫിസിക്കലി ടയേർഡ്, മെൻ്റലി മാനസികമായി അവർ ഉന്മേഷം ചോർന്നവരാണ്, ഊർജം പോയവരാണ്, മെൻ്റലി എക്സോസ്റ്റഡ്. കാശോ, സാമ്പത്തികമായി പോക്കറ്റിൽ വല്ലതും വന്ന് ചെല്ലാൻ വഴിയുണ്ടോ? ഒന്നുമില്ല. സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരാണ്. അന്ന് രാവിലെ വല്ലതും കിട്ടിയെങ്കിൽ, വല്ലതും പിടിച്ച് കിട്ടിയെങ്കിലേ വല്ലതും ഉള്ളൂ. അപ്പോൾ സാമ്പത്തികമായി കീശ ചോർന്നു പോയവരാണ്. They are with empty pockets, financially bankrupt. തൊഴിൽപരമായി സക്സസ്ഫുൾ ആണോ ഫെയിലിയർ ആണോ? പരാജയപ്പെട്ടവരാണ്. അങ്ങനെ ശാരീരികമായി ബലം കുറഞ്ഞവരും മാനസികമായി ഉന്മേഷം നഷ്ടപ്പെട്ടവരും സാമ്പത്തികമായി തരം താണുപോയവരും തൊഴിൽപരമായി പരാജയപ്പെട്ടു പോയവരുമായ ഒരു കൂട്ടം ആളുകൾ. അവരെ എന്തിനു കൊള്ളാം?
ചുരുക്കി പറഞ്ഞാൽ ഒന്നിനും കൊള്ളുകയില്ല. അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം, ആ സമയത്ത് അവരെ ഒന്നിനും കൊള്ളുകയില്ല. അവർക്ക് അവരെക്കുറിച്ച് തന്നെയുള്ള വിചാരം ദേ ആർ നോട്ട് യൂസ്ഫുൾ എന്നുള്ളതാണ്. മറ്റൊരാൾ കണ്ടാലും ഒന്നുമില്ലാതെ നിൽക്കുന്ന ആളുകൾ. യേശു ആദ്യമായിട്ടാണ് കൺവെൻഷൻ നടത്തുന്നത് എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സംരംഭം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടവരെ കൂട്ടുപിടിക്കുമോ വിജയിച്ചവരെ കൂട്ടുപിടിക്കുമോ? ആരെങ്കിലും തോറ്റുപോയവരെ കൂട്ടി ആദ്യം ഒരു പരിപാടി നടത്തുമോ? ഏറ്റവും തിളങ്ങി നിൽക്കുന്ന, വിളങ്ങി നിൽക്കുന്ന, വിജയിച്ചു നിൽക്കുന്ന ആളുകളെ ചേർത്തുകൊണ്ട് ഒരു പരിപാടി നടത്താനാണ് പലപ്പോഴും ശ്രമിക്കുന്നതെങ്കിൽ, യേശു തൻ്റെ ആദ്യത്തെ കൺവെൻഷൻ തുടക്കമിടുന്നത് തോറ്റുപോയവരെ ക്ഷണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ശിഷ്യരായി തീരുന്നത്, നമ്മൾ ശിഷ്യരായി കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുള്ളത് നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും സമ്പത്തുള്ളപ്പോഴും തൊഴിൽപരമായി മികച്ചു നിൽക്കുമ്പോഴും മാനസികമായി ഉന്മേഷം കൂടി നിൽക്കുന്നവരുമാണ് എന്നാണെങ്കിൽ അങ്ങനെയല്ല. എന്നെ കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും ശാരീരികമായി ക്ഷമത കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയും, എന്തോ ചെയ്യാനാണ്, എനിക്ക് എല്ലാത്തിനും ആഗ്രഹമുണ്ട്, മുട്ടുവേദന ആയതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല, എനിക്ക് എല്ലാത്തിനും പോകണമെന്ന് ആഗ്രഹമുണ്ട്, അല്പം കൂടെ ഒരു തൊഴിൽ മെച്ചമായിരുന്നെങ്കിൽ പോയാൽ കൊള്ളാമായിരുന്നു. നമ്മളെല്ലാം ഇപ്പോഴും പറയുന്നത്, എൻ്റെ ഈ സാഹചര്യം കുറച്ചുകൂടെ മെച്ചമായിരുന്നെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചേനേയും ശിഷ്യത്വത്തിലേക്ക് പ്രവേശിച്ചേനേയും എന്നാണെങ്കിൽ, ഇവർ നമ്മളോട് പറയുന്നു നമ്മുടെ ക്ഷീണിച്ച ശരീരങ്ങളെയാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. യേശു അവനോട് പറയുകയാണ്, നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചതാവാം, നിങ്ങൾ തോറ്റുപോയവരാകാം, പക്ഷേ എനിക്ക് നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ട്, എനിക്ക് നിങ്ങളെ പ്രയോജനപ്പെടുത്താം. കാരണം കർത്താവ് നോക്കുമ്പോൾ പാഴായി പോകുന്നവരാരുമില്ല. കർത്താവ് നോക്കുമ്പോൾ ഉപയോഗമില്ലാത്തവർ ആരുമില്ല, പ്രിയമുള്ളവരെ. കാരണം പാഴായതിൽ നിന്ന് പവിഴങ്ങൾ സൃഷ്ടിക്കുന്നയാളാണ് ദൈവം. ഉൽപ്പത്തി മുതൽ നാം മുഴുവനായി വായിക്കുമ്പോൾ തുടർച്ചയായി കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവം പാഴായതിൽ നിന്ന് പവിഴങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ യേശുവിനോട് പറഞ്ഞേനെ, നീ പറഞ്ഞ കാര്യം നല്ലതാണ്, ഞാൻ പടകിൽ നിന്നെ കൊണ്ടുപോകാം, നീ എത്ര നേരം വേണമെന്നാലും പ്രസംഗിച്ചോ, പക്ഷെ ഞാൻ ആദ്യം ഒന്ന് ഉറങ്ങട്ടെ, ഞാൻ അല്പം ശാരീരിക ക്ഷമത കൈവരുത്തട്ടെ, അല്പം കൂടെ ബലം വരട്ടെ, നാളെ ഒരു പക്ഷേ സഹായിക്കാം എന്ന് പറഞ്ഞേനേയും. എന്നാൽ ഈ പത്രോസും കൂട്ടരും അവരുടെ തോൽവിയോ അവരുടെ പരാജയമോ അവരുടെ ക്ഷീണമോ യേശു തങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒഴിവ് കഴിവായി അവർ സ്വീകരിച്ചില്ല. Our failures and our limitations cannot be and should not be a limitation when Jesus Christ is asking us for help. ദൈവം നമ്മോട് സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ ഒരു ഒഴിവ് കഴിവും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നാം പാടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, ഐ നീഡ് യുവർ ഹെൽപ്പ്, ഐ നീഡ് യുവർ ഹെൽപ്പ്, എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുമോ? എൻ്റെ തൊഴിലിലെ പരാജയം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറുമോ? എൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറുമോ? എനിക്ക് സാമ്പത്തികമായി ശേഷിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറുമോ? വിൽ there be any excuses? ഒഴിവ് കഴിവുകൾ ഉണ്ടാകുമോ? കർത്താവ് പറയാണ്, ഗിവ് മീ, നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എൻ്റെ തരിക, നിന്റെ ഈ തോറ്റ സന്ദർഭത്തെ എനിക്ക് തരിക. കൊടുക്കുവോ? വിൽ വി ഗിവ്? കർത്താവ്, എൻ്റെ മുട്ടിന് തേയ്മാനമുണ്ട്, എൻ്റെ എളിക്ക് വേദനയുണ്ട്, എനിക്ക് ഹാർട്ടിന് പ്രശ്നമുണ്ട്, പക്ഷെ നീ എൻ്റെ ശരീരത്തെ എടുത്തു ഫോർ യു. ഞാൻ ഉദ്ദേശിച്ച വണ്ണം കാര്യങ്ങൾ കഴിഞ്ഞ വർഷം നന്നായില്ല, പക്ഷേ എന്നെ എടുത്തോ ഈ വർഷത്തേക്ക്.
വിൽ വി സേ? പറയുമോ? അത് പറയുമ്പോഴാണ് നമ്മൾ ശിഷ്യരായി മാറുന്നത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ശിഷ്യത്വം എന്നത് ഒന്നാമത് എന്തായിരുന്നു മോളെ? തിരുവചനത്തോടുള്ള കൊതിയാണ്. ശിഷ്യത്വം എന്നത് തോറ്റുപോയവർക്കുള്ള ക്ഷണമാണ്. Discipleship is a desire for the word. Discipleship is desperate moments becoming decisive. മൂന്നാമത് ശിഷ്യത്വം എന്നത് തീർച്ചകൾക്കപ്പുറമുള്ള തീരുമാനമാണ്. തീർച്ചകൾക്കപ്പുറമുള്ള തീരുമാനമാണ്. Discipleship is decision making beyond our expertise. Decision making beyond our expertise. നമുക്ക് ഈ കഥ അറിയാം. യേശു പടകിലിരുന്നു, പുരുഷാരത്തെ ഉപദേശിച്ചു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവർ എന്ത് ചെയ്തു? നമുക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അവർ ക്ഷീണം കൊണ്ട് ധ്യാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടാവാം, നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ യേശു പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ അവർ തീർച്ചയായും ഒരു കാര്യം വിചാരിച്ചു കാണും: ഇനി എങ്ങോട്ട് പോകാം? ഇനി കരയ്ക്ക് പോരാം. കാരണം അവർ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ഷെഡ്യൂൾ അനുസരിച്ച്, അവരുടെ പരിപാടി അനുസരിച്ച് വല കഴുകി ഉണങ്ങാനിട്ടു, ഇനി കരയ്ക്കോട്ട് കയറുകയാണ്. എന്നാൽ ഇടയ്ക്ക് ഒരു ഇൻ്റർവെൽ വന്നു. കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അവർ ഒഴിഞ്ഞ പടക് കർത്താവിന് വേണ്ടി കൊടുത്തു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. ഇത്രയും ക്ഷീണമൊക്കെ ആണെങ്കിലും കർത്താവിന് ഞങ്ങളെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടായല്ലോ, ഇനിയും കരയ്ക്ക് പോകാം എന്ന് വിചാരിച്ചപ്പോഴാണ് യേശു അവരോട് പറയുന്നത്, ഇനിയും കരയിലോട്ട് പോകണ്ട, ഒന്നുകൂടെ കടലിലോട്ട് പോകണം. കടലിലോട്ട് പോയി ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കണം. അപ്പോൾ പത്രോസ് പറഞ്ഞു, എന്തു പറഞ്ഞു? ഉറക്കെ പറ. നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മീൻ കിട്ടാനായിരുന്നെങ്കിൽ എപ്പോൾ കിട്ടിയേനെ? രാത്രി കിട്ടിയേനെ. ഏറ്റവും ബെസ്റ്റ് സമയം ഏതായിരുന്നു? തലേ രാത്രിയിലായിരുന്നു. ഇപ്പം കിട്ടുമോ? ഇപ്പം കിട്ടുമോ? ഇല്ല. നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ഞാൻ ആരാണ്? ഞാൻ ഈ കടലിൽ വളർന്നവനാണ്. ഈ കടലിൻ്റെ നാഡീ മിടിപ്പ് അറിഞ്ഞവനാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പത്രോസും കൂട്ടരുമാണ് ഫിഷിങ്ങിൽ PhD എടുത്തത്. ഈ വലയിറക്കാൻ പറഞ്ഞ ആൾ എന്തിൻ്റെ എക്സ്പേർട്ടാണ്? കാർപ്പൻട്രിയുടെ എക്സ്പേർട്ടാണ്. വള്ളമുണ്ടാക്കാൻ, മരപ്പണി ചെയ്യാൻ അറിയാവുന്ന യേശുവാണ് മീൻപിടുത്തത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളോട് പറയുന്നത്, നിങ്ങൾ കടലിലോട്ട് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിനെന്ന്. അപ്പോൾ പത്രോസിന് ഒരു കാര്യം പറയാം. പത്രോസ് പറഞ്ഞു, ഞങ്ങൾക്ക് തീർച്ചയായും ഒരു കാര്യമുണ്ട്, മീൻ പിടിക്കാനുള്ള സമയം ഇതല്ല, അത് ഇന്നലെ രാത്രിയായിരുന്നു. പക്ഷേ നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. പത്രോസ് പറയുകയാണ്, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഇതല്ല നല്ല സമയം, ഇതാണ് എൻ്റെ എക്സ്പേർട്ട് ഫീൽഡ്, എനിക്ക് ഉറപ്പാണ് ഇപ്പോൾ മീൻ കിട്ടില്ല. പക്ഷേ എൻ്റെ തീരുമാനത്തെ ഞാൻ നിൻ്റെ വാക്കനുസരിച്ച് മാറ്റാം. എൻ്റെ ധാരണകളെ, എൻ്റെ വീക്ഷണത്തെ, എൻ്റെ പ്രയോഗത്തെ എൻ്റെ അറിവിനപ്പുറമായി, എൻ്റെ പ്രാഗൽഭ്യത്തിനപ്പുറമായി ഞാൻ മാറ്റാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശിഷ്യത്വം എന്ന് പറയുന്നത് നമ്മുടെ തീർച്ചകൾക്കപ്പുറമുള്ള തീരുമാനമാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, എന്താണ് തീർച്ചകൾക്കപ്പുറമുള്ള അനുസരണം അല്ലെങ്കിൽ തീരുമാനം? നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത് നമുക്ക് തീർച്ചയുള്ള കാര്യങ്ങളിലാണോ തീർച്ചയില്ലാത്ത കാര്യങ്ങളിലാണോ? നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത് നമുക്ക് തീർച്ചയുള്ള കാര്യങ്ങളിലാണോ തീർച്ചയില്ലാത്ത കാര്യങ്ങളിലാണോ? ഞാനൊരു ഉദാഹരണം പറയാം.
എനിക്കൊരു വീട് വെക്കണം. അപ്പം വീട് വെക്കാൻ വേണ്ടി ഒരു ലോൺ, എൻ്റെ കാര്യമല്ല, ഞാനൊരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ, ഒരു ലോൺ വാങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ വീടിന് 30 ലക്ഷം രൂപ എന്ന് വിചാരിക്കുക. 25 ലക്ഷം രൂപയ്ക്ക് ലോൺ. 10 ലക്ഷം രൂപ കിട്ടി. 10 ലക്ഷം രൂപയുടെ പണി തീർന്നപ്പോൾ ഏതോ കാരണത്താൽ ലോൺ ലഭിക്കില്ല എന്ന് വന്നു. അപ്പോൾ എത്ര രൂപയുടെ കുറവുണ്ട്? കണക്ക് പോയോ? 15 ലക്ഷം അല്ലേ? എന്തേലും ആട്ടെ, ഞാൻ പണ്ടേ കണക്കിന് മോശമാണ്. 15 ലക്ഷം രൂപയുടെ കുറവുണ്ട്. നമ്മളെന്തോ ചെയ്യും? നോക്കിയിട്ട് എങ്ങൊന്നും കിട്ടത്തില്ല, കിട്ടാനൊരു മാർഗ്ഗമില്ല. നമ്മൾ ഏറ്റവും അടുത്ത ഒരാളിനെ കാണുമ്പോൾ പറയും, എനിക്ക് വീട് പണി തുടങ്ങി, ലോൺ മുടങ്ങി, ഒരു 15 ലക്ഷം രൂപയുടെ കിട്ടാനുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണേ. പറയുമോ ഇല്ലയോ? നിങ്ങൾ പറയും, ഞങ്ങൾ 15 ലക്ഷത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കത്തില്ല, വല്ലതും 1 കോടിക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല. നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് പറയും, കർത്താവേ ഞാൻ എന്തോ ചെയ്യും, ഇതെല്ലാം വീട് പൊളിച്ചിട്ടു, ഇനിയും മഴ വരുന്നു, ഇതിന് മുമ്പ് എങ്ങനെങ്കിലും ഇത് കെട്ടിത്തീർക്കണം, കാശില്ല, ഞങ്ങൾ എന്തോ ചെയ്യും എന്ന് നമ്മൾ കർത്താവിനെ ഇങ്ങനെ നോക്കൂ. എന്നിട്ട് നമ്മൾ സേവിയാ സംഘത്തിനോ അല്ലെങ്കിൽ ഇടവമിഷനോ പോകുന്ന ആളുകളാണെങ്കിൽ വളരെ അടുപ്പമുള്ള ആളുകളോട് പറയും, മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ വിഷയം കൂടെ വെക്കണം. ഇനി അത്രയും കൂടെ മറ്റുള്ള ആളുകൾ അറിയണ്ട എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമ്മളൊരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കും. ഇല്ലേ? എന്തോ ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വഴിയെ പോയ ഒരാൾ പിടിച്ചേൽപ്പിച്ച് ഒരു ഭാഗ്യക്കുറിക്ക് 1 കോടി രൂപ അടിച്ചു. 1 കോടി രൂപ അടിച്ചാൽ ആരെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനയോ ഉപവാസ പ്രാർത്ഥനയോ നടത്തുമോ ഈ 1 കോടി രൂപ എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാൻ? ഇന്ന് വരെ മാർത്തോമക്കാരൻ ആരെങ്കിലും ഉള്ള കാശ് എങ്ങനെ ചെലവഴിക്കണമെന്ന് ഉപവാസ പ്രാർത്ഥനയോ മധ്യസ്ഥ പ്രാർത്ഥനയോ നടത്തി ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ കയ്യിൽ കാശില്ല, എനിക്കൊരു തീർച്ചയില്ല എന്ന ഘട്ടത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം, മറ്റുള്ളവരോട് ചോദിക്കണം. എന്നാൽ 1 കോടി കിട്ടുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ ആരോഗ്യം സംബന്ധിച്ച്, സമയക്കുറവുകൊണ്ട് ഞാൻ പറയുന്നില്ല, നമ്മുടെ ആരോഗ്യം സംബന്ധിച്ച് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കാലെടുത്ത് നിലത്ത് കുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ട് പറയും, കർത്താവേ ഞാൻ എന്തു ചെയ്യും? എന്തെല്ലാം കാര്യം ചെയ്യാനുള്ളതാണ്, കാല് പൊങ്ങുന്നില്ല. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്പ്രിങ് പോലെ കാല് നിലത്ത് വെച്ച് പിന്നെ മാൻപേട പോലെ അങ്ങ് പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ ആരോഗ്യമുള്ള കാലുകൊണ്ട് ഞാൻ എന്തോ ചെയ്യുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. വി ഗോ ടു ദ ലോർഡ് വെൻ വി ആർ നോട്ട് വെരി സർട്ടൻ, വെൻ വി വിൽ നോട്ട് അപ്രോച്ച് ഗോഡ് വെൻ വി ആർ വെരി സർട്ടൻ. നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുന്നില്ല. നമുക്കുറപ്പില്ലാത്ത എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. അതാരും ചോദിക്കും. ശിഷ്യനാകണമെങ്കിൽ നമുക്കുറപ്പുള്ള കാര്യത്തിൽ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. എൻ്റെ മകൻ 100-ൽ 101 മാർക്ക് മേടിക്കുന്ന കർത്താവേ, ഇവനെ എന്തോ ചെയ്യണം ചോദിക്കുമോ? എൻ്റെ ഈ ആരോഗ്യമുള്ള ശരീരം ഞാൻ എന്തോ ചെയ്യണം കർത്താവേ എന്ന് ചോദിക്കാറുണ്ടോ? നമുക്ക് തീർച്ചയുള്ള കാര്യങ്ങളിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ശിഷ്യരായി മാറും. അതുകൊണ്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് അബൌട്ട് ഡിസിഷൻ മേക്കിംഗ്. തീർച്ചയുള്ള കാര്യങ്ങളിൽ ദൈവത്തെ അനുസരിക്കുമ്പോൾ, തീർച്ചയുള്ള കാര്യങ്ങളിൽ ദൈവഹിതപ്രകാരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശിഷ്യരായി മാറും. 2 കാര്യങ്ങൾ വളരെ ചുരുക്കം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ശിഷ്യത്വം എന്ന് പറയുന്നത് തിരുവചനത്തോടുള്ള കൊതിയാണ്, തോറ്റുപോയവർക്കുള്ള ക്ഷണമാണ്, തീർച്ചകൾക്കപ്പുറമുള്ള അനുസരണമാണ്. 4, തകർപ്പൻ വിജയങ്ങളിലുള്ള അനുതാപമാണ്. തകർപ്പൻ വിജയങ്ങളിലുള്ള അനുതാപമാണ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് അവർ ഡിസ്പൊസിഷൻ ഇൻ അഫ്ലുവൻസ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് അവർ ഡിസ്പൊസിഷൻ.
തകർപ്പൻ വിജയങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള അനുതാപമാണ് ശിഷ്യത്വം. നമുക്കറിയാം, അവർ വല വീശിയപ്പോൾ ഒരു വല വീശി എത്ര പടക് മുങ്ങുമാറാകുവോളം മീൻ കിട്ടി? ഇന്നാളെ ഞാനോടത്ത് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഒരു പടക് മുങ്ങുമാറാകുവോളം. കാര്യം ഒരു വല വീശിയ ഒന്നല്ലേ കിട്ടണ്ടി, ഇവർക്ക് എത്ര കിട്ടി? 2 പടക് മുങ്ങുമാറാകുവോളം നിറച്ചു. അപ്പോൾ ഈ രണ്ടാമത്തെ പടക് ഒഴിഞ്ഞു കിടന്നത് എന്തുകൊണ്ടായിരിക്കും? തലേദിവസം അവർക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ തലേദിവസം ഒരുപക്ഷെ കിട്ടാത്ത പല പടകുകാർ കാണും. എന്നാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും 2 പടക് നിറച്ച് 2 പടക് മുങ്ങുമാറാകുവോളം മീൻ കിട്ടിയാൽ ഈ പത്രോസിനും കൂട്ടർക്കും എന്തു തോന്നാം? ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, മറ്റാർക്കും കിട്ടാത്തത് ഞങ്ങൾക്ക് കിട്ടി. അവർക്ക് വേണമെങ്കിൽ സാക്ഷ്യയോഗം നടത്തി പറയാം, ഞങ്ങൾക്ക് ഉള്ളവർക്കൊന്നും കിട്ടാഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടി. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നതിൻ്റെ പേരിൽ നിവർന്നു നിൽക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ ഇവിടെ 2 പടക് മുങ്ങുമാറാകുവോളം മീൻ നിറഞ്ഞപ്പോൾ നിവർന്നു നിൽക്കുകയല്ല, കവിണു വീഴുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ചപ്പോൾ പത്രോസ് ആത്മപ്രശംസയിൽ നിറയുകയല്ല, അനുതാപത്തിൽ വീഴുകയാണ് ദൈവസന്നിധിയിൽ. അവന് കൂടുതൽ കിട്ടിയപ്പോൾ അവൻ ദൈവസന്നിധിയിൽ കൂടുതൽ വിനയപ്പെടുകയും കൂടുതൽ അനുതാപിയായി മാറുകയും ചെയ്തു. എനിക്കിതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവൻ്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ അനുതാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരാളായി മാറുമ്പോഴാണ് അവൻ ശിഷ്യനായി തീരുന്നത്. നമ്മൾ പലപ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ഉപവാസ കൂട്ടങ്ങളിലും സാക്ഷിയോഗങ്ങളിലും പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കൃപയാൽ മറ്റുള്ളവർക്കില്ലാത്തത് എനിക്ക് കിട്ടി, സ്തോത്രം എന്നാണ്. എങ്കിൽ അതിലൊരു ആത്മീയ അഹങ്കാരമുണ്ട്. മറ്റുള്ളവർക്ക് കിട്ടാഞ്ഞത് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ ഏത് ഭാവത്തിലാണ് നമ്മളത് പറയുന്നത്? എന്നാൽ ഇവിടെ പത്രോസ് പറഞ്ഞു, അയ്യോ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. ഐ ആം നോട്ട് വർതി ലോർഡ്. നിന്റെ ഈ സ്നേഹത്തിനോ നിന്റെ ഈ കരുണയ്ക്കോ ഞാൻ ഒട്ടും യോഗ്യനല്ല. 2024 ജീവിച്ചവർ ഒത്തിരി പേർ മരിച്ചു പോയപ്പം ഞങ്ങൾക്ക് 2025 ജീവിക്കാൻ ഇടയായതിൽ നമ്മൾ അഭിമാനിക്കുകയോ അഹങ്കരിക്കുകയല്ല, കൂടുതൽ അനുതപിക്കണം. കർത്താവെ, ഞാനിതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞ് കൂടുതൽ ദൈവസന്നിധിയിൽ വീഴണം. 5 സെൻറ്റുള്ളവൻ 5 സെൻറ്റ് കൂടെ മേടിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ 2 വട്ടം കൂടെ കുമ്പിട്ട് കിടക്കണം, ഞാനിതിന് യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നാം കൂടുതലായി പ്രാപിക്കുന്നു എന്ന് തോന്നുന്ന ഓരോ ഘട്ടത്തിലും നമുക്കുണ്ടാകേണ്ട ഡിസ്പൊസിഷൻ തകർപ്പൻ വിജയങ്ങളിൽ അനുതാപികളായി മാറുമ്പോഴാണ്. അപ്പോഴാണ് പ്രാരംഭമായി പ്രാർത്ഥനയിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അനുതാപവും രൂപാന്തരവും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അഹംഭാവം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 2025 ശിഷ്യത്വത്തിൻ്റെ പടവുകളിൽ അഹങ്കാരത്തോടെ ജീവിക്കാനല്ല, അനുതാപത്തോടെ രൂപാന്തരപ്പെടുവാൻ ദൈവം കൃപ ചെയ്യണം. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ധ്യാനം ഉപസംഹരിക്കുകയാണ്. 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ശിഷ്യത്വം എന്നത് തിരുവചനത്തോടുള്ള കൊതിയാണ്, തോറ്റുപോയവർക്കുള്ള ക്ഷണമാണ്, തീർച്ചകൾക്കപ്പുറമുള്ള തീരുമാനമാണ്, തകർപ്പൻ വിജയങ്ങളിലുള്ള അനുതാപമാണ്. അവസാനമായി ശിഷ്യത്വം എന്നത് തിരിച്ചറിവിൻ്റെ യാത്രയാണ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ ജേർണി ഓഫ് ഡിസേൺമെൻറ്റ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ ജേർണി ഓഫ് ഡിസേൺമെൻറ്റ്. തിരിച്ചറിവിൻ്റെ യാത്രയാണ്. 2 പടക് മുങ്ങുമാറാകുവോളം അവർ മീനുമായി കരയ്ക്ക് വന്നു.
എന്നിട്ട് എന്തു ചെയ്തു? അവർ സകലവും പുരുഷന്മാരിൽ നിന്ന് ഭേദോഷം ഇല്ലയോ? സകലവും വിട്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശരിക്കും ലോജിക്കലാകണമെങ്കിൽ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിറ്റ് അവനെ അനുഗമിച്ചു എന്നല്ലേ വരേണ്ടത്? സകലവും വിറ്റ്, പ്രത്യേകിച്ച് തലേദിവസം രാത്രി ആർക്കും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് ഏറ്റവും കൂടുതൽ വില കിട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ സകലവും വിറ്റ് ആ കാശൂടെ കർത്താവിന് കൊടുത്ത് കൂടെ പോയിരുന്നെങ്കിൽ എന്ത് മനോഹരമായിരുന്നേനെ. എന്നാൽ എന്തുകൊണ്ടാണ് ഇവർ സകലവും വിട്ട് അവനെ അനുഗമിച്ചത്? ഈ മീൻ മോശമായിട്ടാണോ? ഈ മീൻ വെറുതെ കിട്ടിയത് കൊണ്ടാണോ? ദൈവത്തിൻ്റെ അപാരമായ കൃപയാൽ ലഭിച്ച ഈ മീനിനെ വഴിയിലിട്ടിട്ട് പോയത് ശരിയാണോ? അത് വിൽക്കാൻ 2 ദിവസം എടുത്തിരുന്നെങ്കിലും അത് കഴിഞ്ഞ് പോയാൽ പോരായിരുന്നോ? എന്തിന് വിട്ടിട്ട് പോയി? നിങ്ങളിരിക്കുന്ന കണ്ടാൽ തോന്നുന്നു ഞങ്ങളോടാണോ ചോദിക്കുന്നത്, അത് അവരോട് പോയി ചോദിക്കണ്ടേ എന്ന്. എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ അവർ ഈ 2 പടക് നിറച്ചുള്ള മീനും കർത്താവിനെയും കൂടെ നോക്കിയപ്പം ഈ മീനിനേക്കാൾ വില ആർക്കുണ്ടായി? കർത്താവിനുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം they had a discernment, അവർക്കൊരു തിരിച്ചറിവുണ്ടായി. തിരിച്ചറിവ് എന്താണ്? ഈ മീനിനേക്കാൾ വില ആർക്കുണ്ട്? കർത്താവിനുണ്ട്. മീനിന് വിലയില്ലെന്നോ മീനിന് ഉപയോഗമില്ലെന്നോ അല്ല, പക്ഷെ ഈ മീനിനേക്കാളും അതിൻ്റെ ഉപയോഗത്തെക്കാളും അതിൻ്റെ വിലയേക്കാളും അവർ കർത്താവിന് വിലയിട്ടു. എനിക്ക് വലിയ സങ്കടം തോന്നുന്ന ഒരു വേദഭാഗം വേദപുസ്തകത്തിലുണ്ട്. ഭയങ്കര സങ്കടമാണ് അത് വായിക്കുമ്പോൾ. അത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. യേശുവിനെ ഒരു സ്ത്രീ വിളിച്ചു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഒരു സ്വച്ഛജടാമാംസി തൈലം പൊട്ടിച്ച് യേശുവിൻ്റെ തലയിൽ ഒഴിച്ചു. അവിടെ ഉണ്ടായിരുന്നവർ ശിഷ്യന്മാർ ഉൾപ്പെടെ ഒരു വാചകം പറഞ്ഞു, ഈ വെറും ചെലവ് എന്തിന്? ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവർ പറഞ്ഞത്? അവർ പറഞ്ഞത് 300 വെള്ളിക്കാശ് വില കിട്ടുന്ന ഈ തൈലം ഒഴിക്കത്തക്കവണ്ണമുള്ള വില ഈ തലയ്ക്ക് ഇല്ല. സങ്കടം അവിടെ അല്ല. അത് പറഞ്ഞു വെച്ച് അടുത്ത വാക്യം എന്താണെന്നറിയാമോ? അവിടെ നിന്നിറങ്ങിയ ഇസ്കറിയോത്ത് യൂദ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ 30 തന്നാൽ മതി, ഞാൻ അവനെ കാണിച്ചു തരാം. ഒരു പാവപ്പെട്ട സ്ത്രീ 300 വെള്ളിക്കാശിൻ്റെ തൈലം അവൻ്റെ തലയിൽ ഒഴിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇതിനേക്കാൾ നല്ലത് ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി 30 വെള്ളിക്കാശിന് ഞാൻ അവനെ ഒറ്റുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടെ നടന്നവന് യേശുവിനിട്ട വില എത്രയാണ്? 30. ഈ പാവപ്പെട്ട സ്ത്രീക്ക് 300ൻ്റെ ഒഴിച്ചിട്ടും വില തീരുന്നില്ല. തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോഴാണ് ശിഷ്യന്മാരുണ്ടാകുന്നത്, ശിഷ്യകളുണ്ടാകുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം, കൊല്ലം, ഭദ്രാസനത്തിലുള്ള ഇടവകകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയമുള്ളവരെ, 2024 നമ്മൾ കർത്താവിനിട്ട വില എത്ര ആയിരുന്നു? 2025 നമ്മൾ എത്ര വിലയിടും? മോർ ദാൻ ഓൾ ഐ ഹാവ്. യേശു പറഞ്ഞു, ഒരുവന് തൻ്റെ വസ്തുവിനേക്കാളോ ഭാര്യയെക്കാളോ സഹോദരനേക്കാളോ നിലങ്ങളെക്കാളോ ആടുമാടുകളെക്കാളോ അധികം എനിക്ക് വില തന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. Until and unless you consider me more worthy than all you have, you cannot be my disciples. നിന്റെ നിലത്തെക്കാളും നിന്റെ വീടിനേക്കാളും നിന്റെ ജോലിയേക്കാളും നിന്റെ ആരോഗ്യത്തെക്കാളും നിന്റെ വസ്തുവിനേക്കാളും നിന്റെ മക്കളെക്കാളും നിന്റെ ബന്ധങ്ങളെക്കാളും അധികം യേശുവിന് വില കൊടുത്തെങ്കിലേ
നമ്മൾ ശിഷ്യരാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. എൻ്റെ ജീവിതത്തെക്കാളപ്പുറം ഞാനിവന് വിലയിടും. അതുകൊണ്ട് എൻ്റെ ജീവിതം അത് ആരോഗ്യമുള്ളതായിരിക്കട്ടെ, രോഗമുള്ളതാകട്ടെ, ബലമുള്ളതാകട്ടെ, ബലം കുറഞ്ഞതാകട്ടെ, അവൻ ചോദിക്കുമ്പോൾ ഞാൻ എന്നെ കൊടുക്കും. പറയൂ, ശിഷ്യത്വം എന്നത് ഒരു തിരിച്ചറിവാണ് പ്രിയമുള്ളവരെ. ഈസ് മോർ ദാൻ എവ്രിതിങ്. അവൻ എല്ലാറ്റിനേക്കാളും വിലയുള്ളവനാണ്. അവൻ എല്ലാറ്റിനേക്കാളും ഉപരിയാണ്. അങ്ങനെ പറഞ്ഞ് ഈ 2025 പ്രവേശിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിച്ച് വഴി നടത്തുകയും ചെയ്യുമാറാണ്.